പുന്നമടക്കായലിലെ ഓളങ്ങൾക്ക് ഇന്നൊരു പ്രത്യേക താളമാണ്. ആ താളത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഓരോ മനുഷ്യരും. ആ ആവേശത്തിലാണ് ഓരോ മനുഷ്യരും ഇപ്പോൾ ഈ നിമിഷമുള്ളത്, ഇനി കാത്തിരിക്കുകയും ചെയ്യുന്നത്. ആലപ്പുഴയുടെ മണ്ണും മനസ്സും എല്ലാം ആ ആവേശപ്പോരിലേക്ക് ആഴ്ന്നു കഴിഞ്ഞു. നമുക്ക് ടീം റിപ്പോർട്ടർ സജ്ജമാണ്. എല്ലാ വിവരങ്ങളും എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അർജുൻ മട്ടന്നൂരിലേക്കാണ് പോകുന്നത്. അർജുൻ, പവലിയനാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആവേശം ഒട്ടും കുറയാതെ തന്നെ ഇത്തവണയും അങ്ങേയറ്റം ആവേശത്തോടു കൂടി തന്നെ ജലമാമാങ്കം ജലരാജാക്കന്മാർ ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. അതിൽ കരയിലും കാണാം ആ ആവേശം എന്നുള്ളതാണ്. ജലത്തിൽ കാണുന്ന കായലിൽ കാണുന്ന പോലെ തന്നെ ആ കരയിലും കാണാം ആ ആവേശം എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. ഒപ്പം എത്രത്തോളം ആവേശത്തിലാണ് അവിടെ? ജലമേള അതിൻ്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. നേരത്തെ പറഞ്ഞതുപോലെ മത്സരം നടക്കുന്നത് കായലിലാണെങ്കിൽ പോലും കരയിൽ ഉത്സവമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഓരോ ചുണ്ടൻ വള്ളങ്ങളും പുന്നമടക്കായലിലേക്ക് ഈ മത്സര വേദിയിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ വലിയ ആരവമാണ് ഈ ഇരു കരകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 21 ചുണ്ടൻ വള്ളങ്ങളും പവലിയന് അഭിമുഖമായി നിലയുറപ്പിക്കും. ഇപ്പോഴിതാ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ MP അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രി രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. മുഖ്യമന്ത്രി VD സതീശനും ഇങ്ങോട്ടേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉദ്ഘാടന ചടങ്ങിലേക്ക് അല്പസമയത്തിന് തന്നെ കടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം വൈകിട്ടോടുകൂടി ഫൈനൽ മത്സരവും ഉണ്ടാകും. ഈ പുന്നമടക്കായലിൻ്റെ ഇരുകരകളും വള്ളം കളിപ്രേമികളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള എല്ലാ ഭാഗത്തും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബോട്ടുകളിലും കെട്ടുവള്ളങ്ങളിലും ഒക്കെ തന്നെ ആളുകൾ ഈ മനോഹര ദൃശ്യം കാണാൻ വേണ്ടി എത്തുകയാണ്. ഈ പവലിയന് മുന്നിൽ 21 ചുണ്ടൻ വള്ളങ്ങളും അണിനിരക്കും. അതിനുശേഷം സല്യൂട്ട് സ്വീകരിക്കും എല്ലാ വള്ളങ്ങളും. എന്നിട്ട് ഒന്നിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക. ഇപ്പോൾ തന്നെ ഓരോ ചുണ്ടൻ വള്ളങ്ങളും തുഴഞ്ഞെത്തുകയാണ്. ഈ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ആർപ്പ് വിളികളോടെയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളെയും വള്ളംകളി പ്രേമികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി എത്തുന്ന ഓരോ ചുണ്ടൻ വള്ളങ്ങളെയും ആ കരയുടെ ആ വള്ളംകളി പ്രേമികളൊക്കെ തന്നെ ഒന്നാകെ അവരെ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത മത്സരമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 21 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കാനുള്ളത്. അതിൽ തന്നെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന 10 ചുണ്ടൻ വള്ളങ്ങളുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 22 ചുണ്ടൻ വള്ളങ്ങൾ ഈ പട്ടികയിലുണ്ടായിരുന്നു. പാർത്തൻ എന്ന് പറയുന്ന ചുണ്ടൻ വള്ളം അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. അതിന് പിന്നാലെയാണ് 21 ചുണ്ടൻ വള്ളം. പ്രതിമയ്ക്ക് പുഷ്പാർച്ചന അർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടന വേദിയിൽ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഉദ്ഘാടന വേദിയിൽ ഒരു ചുമതലയുമില്ലാതെ അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ ദയവായി മാറിത്തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് യാതൊരു കാരണവശാലും അവരെ അവിടെ നിർത്താതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. എല്ലാവരും പരിപാടിയുടെ വിജയത്തിനായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്റിൽ ആരംഭിക്കുകയാണ്. മാസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളും